അതായത് തള്ള ചവിട്ടിയ പിള്ളയ്ക്ക് കേടില്ലെന്ന് പറയുന്നത്, പക്ഷേ പോറ്റമ്മ ആകുമ്പം, രണ്ടാം അമ്മയാകുമ്പം ആ പിള്ളയ്ക്ക് കേട് പറ്റും. ആ കുട്ടിയുടെ ശ്രമിക്കുന്നവരുണ്ടാവാം, പക്ഷെ ശ്രമിച്ചാൽ പോലും സാധിക്കാത്തൊരു കാര്യമാണ്. പെറ്റമ്മയുടെ സ്നേഹം ഒരു കുഞ്ഞിന് കൊടുക്കാൻ പെറ്റമ്മയ്ക്ക് മാത്രമേ കഴിയൂ. ആ കുട്ടിയുടെ പെറ്റമ്മ എവിടെ? നമ്മൾ ഒരു കല്ലോ മരോ പ്ലാസ്റ്റിക്കോ ഒന്നുമല്ലല്ലോ, അവരും ഒരു സ്ത്രീയല്ലേ. കിച്ചു പറഞ്ഞത് കിച്ചുവിൻ്റെ മനസ്സിലെ വിഷമമാണ്. അത് വളരെ സത്യസന്ധമായിട്ട്, വളരെ സ്വാഭാവികമായിട്ട് ആ കുട്ടിയുടെ മനസ്സിൽ വന്ന വിഷമമാണ്. സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ കൊടും കുറ്റവാളിയായ രേണുസുധിയുടെ വീഡിയോകളാണല്ലേ. കൊടും കുറ്റവാളി എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമല്ല കേട്ടോ. ഈ സോഷ്യൽ മീഡിയയിൽ രേണുവിനെ വലിച്ചു കീറുന്നത്, അല്ലെങ്കിൽ രേണുവിനെ കുറിച്ചുള്ള വീഡിയോകൾ കണ്ട സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു വ്യക്തിയാണോ രേണു എന്ന് തോന്നിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്. രേണുവും കിച്ചുവും തമ്മിൽ എന്താണ് വിഷയം? പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം കേട്ടോ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. കിച്ചു രേണുവും തമ്മിൽ എന്തെങ്കിലും വിഷയമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സീരിയസ് ആയിട്ടുള്ള അത്ര വിഷയമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കിച്ചു അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അത് കണ്ടാലൊരു വിഷമം വരും, ആർക്കാണേലും ഫീൽ ചെയ്യും. കിച്ചുവിൻ്റെ അവസ്ഥ നമുക്ക് വിഷമം വരുന്നതാണ്. കിച്ചു പറഞ്ഞതിലൊന്നും ഒരു തെറ്റുമില്ല. കാരണം കിച്ചു പറഞ്ഞത് കിച്ചുവിൻ്റെ ഭാഗത്തുനിന്ന്, കിച്ചുവിൻ്റെ മനസ്സിൽ ഫീൽ ചെയ്ത്, അല്ലെങ്കിൽ കിച്ചുവിൻ്റെ മനസ്സിലുള്ള ചില മുറിവുകളെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ അത് കേട്ടിട്ട് നമ്മൾ പ്രതികരിച്ചവർ, നമ്മൾ ഇതിനെല്ലാം കാരണക്കാരിയായിട്ട്, നമ്മളെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ആ കൂട്ടത്തിലില്ല. കാരണം ഒരുപാട് പേര് ഇതിനെല്ലാം കാരണക്കാരിയായിട്ട് രേണുവിനെ മാത്രമാണ് കാണുന്നത്. ഓക്കെ, രേണു കിച്ചുവിൻ്റെ ആരാണ്? പെറ്റമ്മയല്ല, പോറ്റമ്മയാണ്. പെറ്റമ്മയോളം വരുമ്പോൾ പോറ്റമ്മ എന്ന് പറയുന്ന ഒരു ചൊല്ലെന്ന് പറയുന്നത് വെറുതെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതല്ല. നമ്മൾ പ്രസവിച്ച കുട്ടി, അല്ലെങ്കിൽ നമ്മുടെ പ്രസവിച്ച അമ്മ എന്ന് പറയുന്നത് ആ കുട്ടിക്ക് സ്പെഷ്യലാണ്, അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് സ്പെഷ്യലാണ്. അതുപോലെ ആവാൻ മറ്റൊരാളും ശ്രമിച്ചാൽ പോലും കഴിയില്ല. എല്ലാവരും ശ്രമിക്കില്ല, ശ്രമിക്കുന്നവരുണ്ടാവാം, പക്ഷെ ശ്രമിച്ചാൽ പോലും സാധിക്കാത്തൊരു കാര്യമാണ്. പെറ്റമ്മയുടെ സ്നേഹം ഒരു കുഞ്ഞിന് കൊടുക്കാൻ പെറ്റമ്മയ്ക്ക് മാത്രമേ കഴിയൂ. ആ കുട്ടിയുടെ പെറ്റമ്മ എവിടെ? നമ്മൾ ഈ വിഷയം, കിച്ചു ഒരുപാട് സങ്കടം അനുഭവിച്ചു. അങ്ങനെയുള്ളൊരു ബാല്യമായിരുന്നു അവന് കിട്ടിയത്, നല്ലൊരു ബാല്യമല്ല. സ്വന്തം അമ്മ കൈക്കുഞ്ഞായിരുന്നപ്പോൾ തന്നെ സ്വന്തം അമ്മ ഉപേക്ഷിച്ചു പോയി. ആളെ അമ്മയാണെന്ന് പറഞ്ഞു കൊണ്ടുവന്ന് അവർക്കും ഇവനെ സ്നേഹിക്കാൻ സാധിച്ചില്ല. അവർ ആ മോനെയും അച്ഛനെയും ഉപേക്ഷിച്ച് അവരും പോയി. പിന്നീട് വന്നതാണല്ലേ രേണു എത്തുമ്പോഴത്തേക്കും കിച്ചുവിന് ഏകദേശം കുറച്ചൊക്കെ തിരിച്ചറിവായ സമയമായി. സ്വന്തം അമ്മ ഉപേക്ഷിച്ച് പോകുമ്പോൾ ആ കുഞ്ഞിന് ഒന്നും അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞ് വരുന്ന അമ്മയും തന്നോട് ചെയ്യുന്നതിനൊന്നും ഒരു ഫീലിങ്സോടെ ഉൾക്കൊള്ളാനോ, അല്ലെങ്കിൽ ആ തിരിച്ചറിവോടെ ഒന്നും ഓർത്തിരിക്കണം, പിന്നെ എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കാനോ ഒന്നും കിച്ചുവിന് സാധിക്കില്ല. പക്ഷേ രേണു വന്നപ്പോഴത്തേക്കും കിച്ചുവിന് 13 വയസ്സുണ്ടായിരുന്നു. കിച്ചു കുറച്ച് തിരിച്ചറിവൊക്കെയുള്ള പ്രായം, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം, പിന്നെ കുറച്ച് ഫീലിങ്സൊക്കെ, സ്വന്തമായിട്ട് ഫീലിങ്സൊക്കെ ഒരു നമ്മളോട് ചെയ്യുന്ന അവഗണന, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ തിരിച്ചറിവ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം എനിക്ക് എൻ്റെ സ്വന്തം അമ്മയല്ല ഇപ്പോൾ ഉള്ള അമ്മ എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയുന്ന ഒരു പ്രായത്തിൽ കിച്ചു നിൽക്കുമ്പോഴാണ് രേണു വരുന്നത്. രേണു ഇപ്പം കിച്ചുവിനെ എവിടെയെങ്കിലും ദ്രോഹിച്ചതായിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പീഡിപ്പിച്ചതായിട്ടോ അങ്ങനെയൊന്നുമല്ല കിച്ചു പറയുന്നത്. കിച്ചുവിന് കുറച്ച് ഒറ്റപ്പെടലുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് വ്യത്യാസങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് കുറച്ച് ഇത്, പിന്നെ എന്താ പറയുക, രേണുവിൻ്റെ വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ തിരിച്ച് മാറ്റി നിർത്തലുകൾ, അങ്ങനെയുള്ള കുറേ മുറിവുകൾ ആ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ട്. അതാണ് അവൻ തുറന്നു പറഞ്ഞത്. പക്ഷെ അതിന് മുമ്പത്തെ കാര്യങ്ങൾ തൊട്ട് അവൻ പറയുന്നുണ്ട്. കിച്ചു ഒരിക്കലും രേണുവിനെ മാത്രം ഇവിടെ പറയുന്നില്ല. കിച്ചുവിൻ്റെ അമ്മ കിച്ചുവിനെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് 10-12 വർഷങ്ങൾക്ക് ശേഷമാണ് സുധിയുടെ ജീവിതത്തിലേക്ക് രേണു വരുന്നത്. ആ കുഞ്ഞിനോട് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തത് അവൻ്റെ പെറ്റമ്മയാണ്. അതെന്താണ് നമ്മളെല്ലാവരും മറന്നു പോകുന്നത്? ആ പെറ്റമ്മയാണ് നമ്മൾ പറയേണ്ടത്. അവര് കാരണമാണ് ആ കുഞ്ഞ് ഇങ്ങനെ ആയിപ്പോയത്, അല്ലെങ്കിൽ ആ കുഞ്ഞിന് ഇത്രയും വിഷമിക്കേണ്ടി വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാവരും ഈ വിദ്വേഷം അല്ലെങ്കിൽ ദേഷ്യം പ്രകടിപ്പിക്കേണ്ടത് ശരിക്കും ഒന്നാമത് അവരോടാണ്. പിന്നെ രണ്ടാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ അച്ഛനാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ ആ കുട്ടിയോട് അനീതി കാണിച്ചത്, ആ കുട്ടിയുടെ ചൈൽഡ്ഹുഡ് അങ്ങനെ ആവാൻ കാരണക്കാർ സ്വന്തം അച്ഛനും അമ്മയും മാത്രമാണ്.
അച്ഛൻ പിന്നീട് ഒരാളെ കൊണ്ടുപോകുന്നു, അവരും ഈ കുഞ്ഞിനോടൊന്നും ചെയ്തില്ല. അന്നും അവൻ അത്ര തിരിച്ചറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അതും അത്ര ഫീലിങ്സ് അത്ര മുറിവായിട്ടൊന്നും ഉള്ളിൽ കിടക്കുന്നുണ്ടാവില്ല. പക്ഷെ മൂന്നാമത് രേണു വന്നു. രേണു ചെറുപ്പമായിരുന്നു, ഓക്കെ, അധികം പ്രായ വ്യത്യാസമൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു മകൻ, ആ മകനെ ഉൾക്കൊള്ളാൻ തയ്യാറായി. രേണുവാണ് സുധിയുടെ കൂടെ അവസാന കാലം വരെ അവരൊരുമിച്ച് ജീവിച്ചു. അവരിൽ വീണ്ടും ഒരു കുഞ്ഞുണ്ടായി, കിച്ചുവിനൊരു അനിയൻ ഋതപ്പനുണ്ടായി. അവരൊരു ഫാമിലി ആയിട്ട് ജീവിച്ചു. ഓക്കെ, അതിൻ്റെ അകത്ത് കിച്ചുവിന് ഒറ്റപ്പെടലുകൾ ഫീൽ ചെയ്തിട്ടുണ്ടാവാം, ഒരുപാട് മുറിവുകൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. നമ്മളിപ്പോൾ ഈ ചില പേരൻസ് സ്വന്തം ഭാര്യ മരിച്ചു പോയാൽ പിന്നീട് കല്യാണം കഴിക്കാറില്ല, സ്വന്തം ഭർത്താവ് മരിച്ചു പോയാൽ മക്കൾക്ക് വേണ്ടി പിന്നീട് കല്യാണം കഴിക്കാറില്ല എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? തൻ്റെ മക്കളെ പിന്നീട് വരുന്നവർക്ക് അവർക്ക് സ്വന്തം മകനായിട്ട് അല്ലെങ്കിൽ മകളായിട്ട് കാണാൻ സാധിക്കാതെ വരുമോ എന്നുള്ള പേടി കൊണ്ടാണ് പലരും സ്വന്തം ലൈഫ് പോലും നോക്കാതെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നതെന്ന് പറയണേ. പക്ഷെ സുധി അങ്ങനെ ചെയ്തില്ല. സുധി വീണ്ടും മറ്റൊരു ലൈഫിലേക്ക് പോയി, അത് പരാജയപ്പെട്ടപ്പം വീണ്ടും വേറൊരു ലൈഫിലേക്ക് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പോകുന്ന ഒരു അച്ഛൻ്റെ കൂടെ ജീവിക്കേണ്ടി വരുമ്പോൾ അതായത് പുതിയൊരു പാർട്ട്ണറെ കൊണ്ടുവരുമ്പം അവർ സ്വാഭാവികമായിട്ടും സ്വന്തം അമ്മയല്ല, എൻ്റെ സ്വന്തം അമ്മയല്ല എന്ന് ഈ കുഞ്ഞിനെ തിരിച്ചറിവുണ്ട്. ഇപ്പം സ്വന്തം അമ്മ ഒന്ന് അടിച്ചാലോ വഴക്ക് പറഞ്ഞാലോ അല്ലെങ്കിൽ ചീത്ത വിളിച്ചാലോ മാറ്റി നിർത്തിയാലോ സ്വന്തം അമ്മ എൻ്റെ സ്വന്തം അമ്മയാണ്, എൻ്റെ സ്വന്തം അമ്മ എന്നെ മാറ്റി നിർത്തിയാലോ അല്ലെങ്കിൽ ഇട്ടിട്ട് അങ്ങനെ ഒന്നും ചെയ്താലോ ആ കുട്ടിക്ക് ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷെ അതേ സെയിം കാര്യം ഇപ്പം രണ്ടാം അമ്മയിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പം രേണു ചെയ്താൽ, രേണു ഇപ്പം സ്വാഭാവികമായിട്ട് ഒരു അമ്മമാരെ വഴക്ക് പറയുന്ന രീതിയിൽ വഴക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ മാറ്റി നിർത്തിയാൽ എന്തെങ്കിലുമൊക്കെ ചെയ്താലും ആ കുഞ്ഞിന്, പ്രത്യേകിച്ച് 13 വയസ്സെത്തിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിവുണ്ട് എൻ്റെ അമ്മയല്ലാന്ന്. അപ്പം അവർ ചെയ്യുന്നത് ഒരു വിഷമമായിട്ടുള്ളിൽ കിടക്കും. അതായത് തള്ള ചവിട്ടിയ പിള്ളയ്ക്ക് കേടില്ലെന്ന് പറയുന്നത്, പക്ഷേ പോറ്റമ്മ ആകുമ്പം, രണ്ടാം അമ്മയാകുമ്പം ആ പിള്ളയ്ക്ക് കേട് പറ്റും. ആ കുട്ടിയുടെ തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത്, അത് അവന് സ്വാഭാവികമായി, അത് പ്രകൃതി നിയമമാണ്, പ്രകൃതിയിലെ സത്യമാണ്. അത് ഇപ്പം നമ്മുടെയൊക്കെ പല കുടുംബങ്ങളിലും, നമ്മൾ അറിയുന്ന പല കുടുംബങ്ങളിലും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ കാണുന്ന കാര്യമാണ്. പക്ഷേ ഇതേതാണ്ടോ വലിയൊരു പുതിയതായിട്ട് കേൾക്കുന്ന ഒരു കാര്യം പോലെ, പുതിയതായിട്ട് അറിയുന്ന ഒരു അറിവ് പോലെ. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് രേണു ഒരു തെറ്റും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ രേണു പുണ്യാളത്തിയാണ്, അല്ലെങ്കിൽ രേണു എല്ലാം കൊണ്ട് ഓക്കെയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ ഇതിൽ രേണുവിനെ മാത്രം ഇങ്ങനെ പറയുമ്പോൾ ഞാൻ നോക്കിയുമ്പം രേണു ആ കുട്ടിയുടെ മൂന്നാമത്തെ അമ്മയാണ്. അവരിപ്പോഴും ആ കുട്ടിയെ മകൻ എന്നാണ് പറയുന്നത്. സ്വന്തം മകൻ്റെ കൂടെ കിച്ചുവിനെയും സ്വന്തം മകനായിട്ട് കാണുന്നു. കിച്ചുവും അവരും തമ്മിലുള്ള സംസാരങ്ങളും വീഡിയോകളും അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കരമായ എന്തെങ്കിലും ഒരു ഇഷ്യൂ അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അവർ തമ്മിൽ അങ്ങനെ ഭയങ്കരമായ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കിച്ചുവിനെ പോലെ ആ പ്രായത്തിലുള്ള ഒരു മകൻ രേണുവിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കില്ല, വെറുതെ അഭിനയിച്ചുകൊണ്ട് നിൽക്കത്തില്ല. അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഇടപെടാൻ സാധിക്കുന്നത്. പിന്നെ ഇവൻ്റെ മനസ്സിൽ ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള ചില മുറിവുകൾ അച്ഛൻ പോയപ്പം ഇപ്പോൾ പങ്കുവയ്ക്കാൻ ആരും ഇല്ലാതെ വരുമ്പോൾ ആ മുറിവുകൾ നമ്മളോട് ഷെയർ ചെയ്താണ് അങ്ങനെ. അതിനെ തുടർന്ന് രേണു ഈ ലോകത്ത് രേണുവിനെ അത്രയും മോശക്കാരിയായിട്ട്, രേണുവിനെ പോലെ തെറ്റ് ചെയ്ത വേറെ ഒരാളില്ല എന്ന രീതിയിലാണ് വീഡിയോകൾ വരുന്നത്. രേണു അതിനെ പ്രതികരിച്ചുകൊണ്ടിട്ടൊരു വീട്ടിൽ സ്വാഭാവികമായിട്ട് അവർ വിഷമിച്ചിട്ടാണ് വീഡിയോ ഇട്ടത്. അതിനെയും ട്രോളിക്കൊണ്ടും അതിനെയും കളിയാക്കിക്കൊണ്ടും വീഡിയോകൾ വരുന്നു. അതെന്താണ്? അവർ കല്ലോ മരോ പ്ലാസ്റ്റിക്കോ ഒന്നുമല്ലല്ലോ, അവർ ഒരു സ്ത്രീയല്ലേ. കിച്ചു പറഞ്ഞത് കിച്ചുവിൻ്റെ മനസ്സിലെ വിഷമമാണ്. അത് വളരെ സത്യസന്ധമായിട്ട് വളരെ സ്വാഭാവികമായിട്ട് ആ കുട്ടിയുടെ മനസ്സിൽ വന്ന വിഷമമാണ്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ രേണു ഒന്നും ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷേ ഇവൻ്റെ മനസ്സിൽ. നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ നമ്മൾ കാരണം ഒരാൾക്കൊരു മുറിവുണ്ട്, നമ്മളത് അറിയണമെന്നില്ല. രേണു പലപ്പോഴും സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ രേണുവിൻ്റെ ഭാഗത്തുനിന്നും പിഴവുകൾ ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ സ്വന്തം മകനെ പോലെ അങ്ങ് പൂർണ്ണമായിട്ട് 100% അങ്ങനെ കാണാൻ രേണുവിന് സാധിച്ചിട്ടുണ്ടാവില്ല. അതിൻ്റെതായ മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ടാവാം. എങ്കിൽ പോലും സുധി തൻ്റെ ഭർത്താവ് മരിച്ചിട്ടും തൻ്റെ ഭർത്താവിൻ്റെ ആദ്യ ബന്ധത്തിലുള്ള കുട്ടിയെ സ്വന്തം മകനായിട്ട് ഇപ്പോഴും പറയുന്നുണ്ട്, കൊണ്ടു നടക്കുന്നുണ്ട്, അവനെ അങ്ങനെ കാണുന്നുണ്ട്. ആളുകളുടെ മുമ്പിലെങ്കിലും അങ്ങനെ കാണാനും പറയാനും ശ്രമിക്കുന്നുണ്ട്. അത്രയൊക്കെ അവർ ചെയ്യുന്നുണ്ട്.
അപ്പം അവർ തെറ്റുകാരിയായിരിക്കാം, അവർ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. എങ്കിൽ പോലും ആ കുഞ്ഞിൻ്റെ പെറ്റമ്മയും ആ കുഞ്ഞിൻ്റെ അച്ഛനും ആ കുഞ്ഞിന് പിന്നെ വന്ന അമ്മയും അവരെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ രേണുവിനെ തെറ്റുകാരിയായിട്ട് പറയാൻ പറ്റുള്ളൂ. ഈ എല്ലാവരുടെയും പറച്ചിലൊക്കെ കേട്ട് രേണു എന്തെങ്കിലും കടുങ്കൈ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവർക്കും സമാധാനമാവും. അവർ വെറുതെ അഭിനയിക്കണം എന്നാണ് പറയുന്നത്. അവർക്ക് സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടായിട്ടുണ്ടാവും. കാരണം പല കാര്യം കൊണ്ട് വിഷമം ഉണ്ടാവില്ല. ഇവൻ്റെ മനസ്സിൽ ഇത്രയും മുറിവുകൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയൊക്കെ പറയുമ്പോൾ അവരും സ്വാഭാവികമായിട്ട് ചിന്തിക്കില്ലേ, അവൻ്റെ പെറ്റമ്മ ഇട്ടിട്ട് പോയ ഒരു കുഞ്ഞിനെ, തൻ്റെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലെ കുഞ്ഞിനെ താൻ ഒരു 50% എങ്കിലും സ്വന്തം മകനെ പോലെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വിഷമം ഉണ്ടാവും. കാരണം ഞാൻ ഇത്രയൊക്കെ കേൾക്കാൻ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അവർ സ്വയമായിട്ട് ചിന്തിക്കും. അവർ പറയുന്ന സത്യമല്ലേ, രേണു ഒരു കണ്ടന്റ് മാത്രമാണ്. ആ കണ്ടന്റിന് ജീവനില്ല, ഒരു ജീവനില്ലാത്ത കല്ലാണെന്നാണ് ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് ചില വീഡിയോകളൊക്കെ തോന്നിയത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഈ വീഡിയോയിൽ ഞാൻ രേണുവിനെ ന്യായീകരിക്കാനോ രേണുവിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നോ കിച്ചു പറഞ്ഞത് അങ്ങനെയൊന്നല്ല പറയണേ. കിച്ചു പറഞ്ഞത് 100% കിച്ചുവിൻ്റെ വിഷമമാണ്. പക്ഷെ ആ വിഷമത്തിന് കാരണക്കാരി രേണു മാത്രമല്ല, അല്ലെങ്കിൽ ആ വിഷമത്തിൻ്റെ 80% കാരണക്കാരും അവൻ്റെ പെറ്റമ്മ, അച്ഛൻ, അങ്ങനെ കുറേ പേരാണ്. ബാക്കി 20% മാത്രമേ ഒരു പക്ഷേ രേണുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടാവും. അത് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി, അവരും ഒരു സ്ത്രീയാണ്, അവരെയും ഒന്ന് ജീവിക്കാൻ അനുവദിച്ച്. ഞാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ കിച്ചു രേണുവും തമ്മിൽ ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയുന്ന പോലത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. കിച്ചു തൻ്റെ വിഷമം ഒന്ന് ഷെയർ ചെയ്തു. അത് ഇത്രയും വലിയ ഭൂകമ്പം ഉണ്ടാക്കുമെന്ന് കിച്ചു പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അവർ തമ്മിലൊന്ന് സംസാരിച്ച് തീരാവുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവുള്ളൂ. അത് അവർ തമ്മിൽ സോർട്ട് ഔട്ട് ചെയ്യട്ടെ, എന്നിട്ട് നല്ല രീതിയിൽ സന്തോഷത്തോടെ മുമ്പോട്ട് പോകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ കാര്യത്തിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.